നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവില്ലാതെ പാലക്കാടിന്റെ കിഴക്കൻ മേഖല അശാന്തം. വാളയാറിൽ കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസിക്ക് പരിക്ക്. കർഷകനെ ചവിട്ടേറ്റത് കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ. കൈക്കൂലി വാങ്ങുന്നതിനിടെ ചേലക്കരയിൽ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ചേലക്കര വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ ശശിധരൻ. പോക്സോ കേസിൽ 2 പേർ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പാഞ്ഞാൾ സ്വദേശികൾ. പെൻഷൻ പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. ക്ഷമാശ്വാസ കുടിശ്ശിക അനുവദിക്കണം. ഷൊർണൂരിലും കേരളശ്ശേരിയിലും യൂണിയൻ പ്രാദേശിക സമ്മേളനം. AI-ക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ വികസന വിരുദ്ധമെന്ന് AI ക്ലബ് ഓഫ് പാലക്കാട്. ഒരു കാലത്ത് കമ്പ്യൂട്ടർവൽക്കരണം എതിർക്കപ്പെട്ടത് നാടിന് തിരിച്ചടിയായ പോലെ AI-ക്കെതിരായ പ്രചരണവും പുരോഗതിയെ പിറകോട്ടടിക്കുമെന്ന് മുന്നറിയിപ്പ്. AI-യുടെ സാധ്യതകൾ സംബന്ധിച്ച പ്രചരണം ശക്തമാക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. പാലക്കാട് വാളയാറിൽ കാട്ടാന ആക്രമണം. കാട്ടാനയുടെ ചവിട്ടേറ്റ പ്രദേശവാസിക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വാളയാർ സ്വദേശി വിജയൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വയനാട്ടിൽ കടുവകൾ മനുഷ്യജീവനെടുക്കുമ്പോൾ പാലക്കാടിനെ പേടിപ്പിക്കുന്നത് കാട്ടാനകളാണ്. PT5 ഉൾപ്പെടെ അപകടകാരികളായ കാട്ടാനകൾ ജനവാസ മേഖലയിൽ വിലസുകയാണിപ്പോൾ. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവില്ലാതെ പാലക്കാടിന്റെ കിഴക്കൻ മേഖല അശാന്തമാകുമ്പോഴും വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നില്ല. കഞ്ചിക്കോട് വാളയാർ മേഖലകളിൽ കഴിഞ്ഞ ദിവസം മുതൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട്. വാളയാറിൽ ശനിയാഴ്ച രാവിലെ ജനവാസ മേഖലയിൽ എത്തിയ കാട്ടാന നാട്ടുകാരനായ കർഷകനെ ചവിട്ടി പരിക്കേൽപ്പിച്ചു. അത്ഭുതകരമായാണ് പ്രദേശവാസിയായ വിജയൻ രക്ഷപ്പെട്ടത്. പരിക്കേറ്റ ഇദ്ദേഹം തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 മണിയാകുമ്പോൾ ആന കോമ്പൗണ്ട് ചളയുന്ന വരുന്നില്ലേ? പോയി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 12 മണിക്ക് 8 എണ്ണം. അത് ഗാർഡുമാരും വാച്ചറുകളുണ്ട്. അവർ വിളിച്ചപ്പോൾ അവർ വന്ന് ആട്ടി വരും ഇവിടുന്ന്. അത് ഇവിടെ തന്നെ. പിന്നെ 2 മണിയാകുമ്പോൾ ഒരിക്കൽ വന്നു. അവരിനും വിളിച്ചു. അവരും വന്നു. അവർ ഇവിടെ തന്നെ നിന്നത് ആ സെറ്റിൽ അവിടേക്ക് ഇപ്പം പറ്റത്. അപ്പോൾ ഒരു വണ്ടി പോയില്ലേ, ആ വണ്ടി അവിടെ നിന്ന് കണ്ട് വിളിച്ചപ്പോൾ അവർ വന്നു. പിന്നെ 4 മണിയായപ്പോൾ ഒരു കോമ്പടി ചളിയിൽ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ പിന്നെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ ആന നിൽക്കുന്നു. 3 എണ്ണം. ഞങ്ങൾ ബാറ്ററി എടുത്തിട്ട് അടിച്ച് നോക്കുമ്പോൾ കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് വിജയനു നേരെ കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. ജനവാസ മേഖലയിൽ തമ്പടിച്ച PT5 ഉൾപ്പെടെ കാട്ടാനകളെ തുരത്താൻ നടപടി വേണമെന്ന് വനപാലകരോട് കർഷകരും നാട്ടുകാരും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷിയാണ് ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ കാട്ടാനകൾ നശിപ്പിച്ചത്. നടപടിയുണ്ടാകാൻ വന്യജീവി ആക്രമണത്തിൽ ആരെങ്കിലും കൊല്ലപ്പെടുന്നതുവരെ കാത്തിരിക്കേണ്ടി വരുമെന്ന സാഹചര്യം അത്യന്തം നിർഭാഗ്യകരമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസർ പിടിയിലായി. ചേലക്കര വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ ശശിധരനെയാണ് വിജിലൻസ് പിടികൂടിയത്. പരാതിക്കാരൻ തന്റെ സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ തിരുത്തുവാനായി RDO ഓഫീസിൽ അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് സ്ഥലപരിശോധനയ്ക്കായി വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസിലെത്തിയ അപേക്ഷയിൽ റിപ്പോർട്ട് നൽകുന്നതിന് വില്ലേജ് ഓഫീസർ ശശിധരൻ പരാതിക്കാരനോട് 10,000 രൂപ ആവശ്യപ്പെടുകയും 5,000 രൂപ ആദ്യവും സ്ഥലപരിശോധനയ്ക്ക് വരുമ്പോൾ ബാക്കി തുകയും നൽകണമെന്ന് പറയുകയാണ് ഉണ്ടായത്. ഇത് കൈക്കൂലിയാണ് എന്ന് മനസ്സിലാക്കിയ പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് DYSP ജിം പോളിനെ വിവരമറിയിക്കുകയും തുടർന്ന് വിജിലൻസ് ഫിനോസ്തഫിൻ പുരട്ടിയ നോട്ടുകൾ വില്ലേജ് ഓഫീസർക്ക് കൊടുക്കുകയുമായിരുന്നു. തുക കൈമാറുന്നതിനിടയിൽ വിജിലൻസ് സംഘമെത്തി വില്ലേജ് ഓഫീസറെ പിടികൂടുകയായിരുന്നു. ജിം പോളിന് പുറമെ ഇൻസ്പെക്ടർ ദിനേശ് കുമാർ, SIമാരായ ബൈജു, കമൽദാസ്, ജയകുമാർ, രാജൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, ബൈജു, സോമൻ, വിബീഷ്, ഗണേഷ്, സുധീഷ്, രഞ്ജിത്ത്, സിബിൻ, ശ്രീകുമാർ, എബി തോമസ്, രാജീവ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പോക്സോ കേസിൽ 2 പേരെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പാഞ്ഞാൾ സ്വദേശികളായ 60 വയസ്സുള്ള വിരന്മാരിൽ കുമാരൻ, 39 വയസ്സുള്ള പൂളക്കപ്പറമ്പിൽ ഹസൻ എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. SYS മണ്ണൂർ യൂണിറ്റിന്റെ പഞ്ചായത്ത് തല കൺവെൻഷൻ മണ്ണൂരിൽ സംഘടിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി യൂസഫ് പത്തിരിപ്പാല ഉദ്ഘാടനം ചെയ്തു.
അതിൻ്റെ തന്നെ അറിയുമാണ് 5 പവൻ്റെ ആഭരണം, പെൺകുട്ടിക്ക് 50,000 രൂപ, ഒരു 50,000 രൂപ, അങ്ങനെ ഒരു കുട്ടിക്ക് 4 ലക്ഷം രൂപ. അതെങ്ങനെ 8 കുട്ടികൾക്ക് എന്നാൽ 32 ലക്ഷം രൂപ, എനിക്കുള്ള 8 ലക്ഷം രൂപ വരുന്ന ഒരു കുട്ടി 8 ലക്ഷം രൂപ വരുന്ന. പിന്നെ നമ്മൾ ഭക്ഷണം തന്നെ 1000 ചില്ലറ ആളുകൾക്ക് ഭക്ഷണം. അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ സംഘടിത ശക്തിയുടെ ഒരു ഫലമാണ് പാലക്കാട് ജില്ലയിൽ അതിന്റെ വിജയം എന്ന് ഞാനൊന്ന് ഉറപ്പിച്ചു പറഞ്ഞതാണ്. പി കെ മുത്തലീബ് മൗലവി അധ്യക്ഷത വഹിച്ചു. സംസ്ഥ പൈതൃകപാത എന്ന വിഷയത്തിൽ ഫെബ്രുവരി 4 ചെർപ്പുളശ്ശേരിയിൽ വെച്ച് നടക്കുന്ന SYS ജില്ലാ കൺവെൻഷൻ വിജയിപ്പിക്കാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന കോർഡിനേഷൻ ഒറ്റപ്പാലം മണ്ഡലം ജനറൽ സെക്രട്ടറി A. ഹംസ ലത്തീഫി മുഖ്യപ്രഭാഷണം നടത്തി. KP മൊയ്തീൻകുട്ടി, KS സുലൈമാൻ, VP ഇബ്രാഹിം, K. ഹംസ, PA കബീർ മുസ്ലിയാർ, PV സൈദാജി, M. ഹനീഫ, KM അബൂബക്കർ, അബ്ദുൾ സലീം, ഹമീദ് ജലീൽ പീടികയിൽ, PU അബ്ദുൾ ഹക്കീം, IUB A. അബ്ദുൾ ഹമീദ് എന്നിവർ സംസാരിച്ചു. KM അബ്ദുൾ ഹക്കീം സ്വാഗതവും മുഹമ്മദ് റഫീഖ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. AI-ക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾ ഒരു കാലത്ത് കമ്പ്യൂട്ടർവൽക്കരണം എതിർക്കപ്പെട്ടതിനു സമാനമെന്ന് AI ക്ലബ് ഓഫ് പാലക്കാട് പ്രസിഡന്റ് രാമചന്ദ്രൻ പ്ലാക്കൽ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വികസനത്തിനായി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതു സംബന്ധിച്ച് ശക്തമായ പ്രചരണം നടത്തുമെന്നും AI ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒരു കാലത്ത് കമ്പ്യൂട്ടർവൽക്കരണത്തെ എതിർത്തത് രാജ്യത്തെ വികസനത്തെ പിറകോട്ട് നയിച്ചിരുന്നു. സമാനമായ വിമർശനമാണ് ഇപ്പോൾ AI-ക്കെതിരെയും ഉയരുന്നത്. AI വരുന്നതിലൂടെ തൊഴിൽ നഷ്ടമുണ്ടാകുമെന്ന പ്രചരണങ്ങൾ കാര്യങ്ങൾ അറിയാതെയാണ്. AI-യെ ഏത് രീതിയിൽ സ്വീകരിക്കണമെന്നും ഏതു തരത്തിൽ പ്രയോജനപ്പെടുത്തണമെന്നതും സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ബോധവൽക്കരണം നടത്തുമെന്ന് AI ക്ലബ് ഓഫ് പാലക്കാട് പ്രസിഡന്റ് രാമചന്ദ്രൻ പാക്കൽ പറഞ്ഞു. സാധാരണക്കാർക്ക് AI ഉപയോഗം സംബന്ധിച്ചും പ്രൊഫഷണൽ ബോധവൽക്കരണം നടത്തുന്നതിനൊപ്പം വിദ്യാർത്ഥികളെ ഉപയോഗിച്ച് സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രീതിയിൽ ഉപയോഗിക്കാനുള്ള അറിവിന് വലിയ സാങ്കേതിക ജ്ഞാനമൊന്നും ആവശ്യമില്ല. അതായത് ഇതൊരു കോമൺ മാൻസ് ടൂളാണ്. അപ്പൊ ഈ വിഷയം അറിയുന്നവരും അറിയാത്തവരും എന്ന് പറയുമ്പോൾ തന്നെ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കമ്പ്യൂട്ടർ വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു തൊഴിലില്ലായ്മയുടെ പ്രശ്നം. ഇവിടെയും പറയുന്നത് AI വരുന്നതോടുകൂടെ എല്ലാവരുടെ തൊഴിൽ നഷ്ടപ്പെടും എന്നുള്ളതാണ്. അത് തെറ്റായ പ്രചരണമാണ്. പലപ്പോഴും ടെക്നോളജിയെ പറ്റി പൂർണ്ണമായിട്ട് മനസ്സിലാവാത്തവര് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയാൻ ശ്രമിക്കാത്തവര് ഈ ടെക്നോളജിയുടെ വരവിനെ പലപ്പോഴും എതിർക്കും. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ടെക്നോളജി ഈ പറയുന്നവര് സമൂഹത്തിൽ സ്വാധീനമുള്ളവരാണ്. ഭരണാധികാരികളോ അല്ലെങ്കിൽ ഉയർന്ന സമൂഹത്തിൽ മൂവ് ചെയ്യുന്നവരോ ആണെങ്കിൽ സാധാരണക്കാർക്ക് അവർ പറയുന്ന കാര്യങ്ങളിൽ അംഗീകരിച്ചേ പോകാൻ പറ്റുള്ളൂ. അവർ പറയുന്ന പോലെ ആയിരിക്കും രാജ്യം നീങ്ങുക. അങ്ങനെയാണ് നമ്മുടെ പഴയ കാലങ്ങളൊക്കെ. അപ്പൊ ഇവിടെ ജോലി ഒരു തരത്തിലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ഒരു തരത്തിലുള്ള ജോലി മറ്റൊരു തരത്തിലായി മാറും. പിന്നെ 10 ജോലി ചെയ്യുന്നവിടെ ഒരു ജോലി കൊണ്ട് കാര്യമാവും, പക്ഷേ നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും. സെക്രട്ടറി MK രമേഷ് വേണുഗോപാൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂരിൽ അംഗൻവാടി കുട്ടികളുടെ മേഖലാതല കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. അത് നല്ല രീതിയിൽ നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു മാനേജ്മെന്റ് അത് ഉൾപ്പെട്ട ഒരു അധ്യാപകരുമായി നമ്മുടെ സ്കൂൾ മാറി കഴിഞ്ഞു. അപ്പൊ ആ നിലയ്ക്ക് നേരത്തെ ഈ സ്കൂൾ കുട്ടികളുടെ കുറവും മറ്റു പ്രവർത്തനങ്ങൾക്ക് കുറവായിരുന്നെങ്കിലും ഇന്ന് നല്ല നിലയിൽ നമ്മുടെ മണ്ണൂർ പഞ്ചായത്തിലെ മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ ഈ മാനേജ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. മണ്ണൂർ സെൻട്രൽ ബേസിക് സ്കൂളിൽ മിന്നാമിന്നിക്കൂട്ടം എന്ന നാമകരണത്തിൽ നടത്തിയ കലാമേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. BPC AM അജിത് മുഖ്യാതിഥിയായി. വാർഡംഗം R. സുനിത, സ്കൂൾ മാനേജർ മുഹമ്മദ് അഷറഫ്, ICDS സൂപ്പർവൈസർ നളിനി, സിന്ധു എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക L. സവിത സ്വാഗതവും റിയാസ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ അംഗൻവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും ആദരിച്ചു. മേഖലയിലെ 11 അംഗൻവാടികളിൽ നിന്നായി 81 കുട്ടികൾ കലാമേളയിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. KT രാവുണ്ണിമേനോൻ സ്മാരക വായനശാലയിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ് ഉദ്ഘാടനം ചെയ്തു. ബുദ്ധിമുട്ടുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി 5 ലക്ഷത്തോളം രൂപ മാറ്റിവെച്ചുകൊണ്ട് ഒരു പദ്ധതി തയ്യാറാക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും വന്ന പ്രത്യേക സംഘം ആളുകളെ പരിശോധിക്കുകയും അതിൽ നിന്ന് അർഹരെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായ ഉപകരണങ്ങൾ ഏതാണെന്ന് സർട്ടിഫൈ ചെയ്ത് തന്നതിന് ശേഷം അത് നൽകുന്ന ഒരു ക്യാമ്പാണ്. ചടങ്ങിൽ പുഷ്പലത, മറ്റ് ജനപ്രതിനിധികൾ, TV ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് KSSPU കേരളശ്ശേരി യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം P. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മാത്രമല്ല, സമൂഹത്തിൽ നാം ജീവിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഗൗരവമായി ആലോചിക്കേണ്ട ഒരു വസ്തുതയാണ്. അപ്പോൾ സംഘടനാ റിപ്പോർട്ട് സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്നലെ വരെ നമ്മൾ നേടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ, ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, നാളെ നമുക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ, അതിനിടയിൽ വരുന്ന മാർഗതടസ്സങ്ങൾ, ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന രൂപീകരണം നടന്നത് 1956-ലാണ്. 56-ൽ കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ നമുക്കെല്ലാം അറിയാം, 3 ഭരണ സംവിധാനങ്ങളുടെ കീഴിലായിരുന്ന ജനങ്ങളെയും ജീവനക്കാരെയും പെൻഷൻകാരെയുമാണ് ഒരു ഭരണ സംവിധാനത്തിന്റെ കീഴിലാക്കിയത്. സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് V. ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. V. പാറുകുട്ടി അനുശോചന പ്രമേയവും KK രാമൻകുട്ടി പ്രവർത്തന റിപ്പോർട്ടും K. കൃഷ്ണദാസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. KC ബാലൻ, PD രവീന്ദ്രൻ നായർ, C. കൃഷ്ണദാസ്, A. സരസ്വതി, M. ശിവശങ്കരൻ, A. അബ്ദുൾ അസീസ്, K. നാരായണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. TG ശ്രീവത്സൻ സ്വാഗതവും TK ശങ്കരനാരായണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ഏരിയ 33-ാം വാർഷിക സമ്മേളനം പെൻഷൻ ഭവനിൽ നടന്നു. യൂണിയൻ ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംഘടന മുന്നോട്ടുവെച്ച മെഡിസെപ്പ് പോലുള്ള പല പദ്ധതികളും നടപ്പിലാക്കിയെങ്കിലും പൂർണ്ണമായി ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ല. പെൻഷൻ പരിഷ്കരണം, ക്ഷാമാശ്വാസ കുടിശ്ശിക എന്നിവ നേടിയെടുക്കാൻ പൂർവാധികം ശക്തമായി പ്രവർത്തിക്കണമെന്ന് പെൻഷനേഴ്സ് യൂണിയൻ ഷൊർണൂർ ഏരിയ 33-ാം വാർഷിക സമ്മേളനം ആഹ്വാനം ചെയ്തു. സമ്മേളനം യൂണിയൻ ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. 92 ശമ്പള പരിഷ്കരണം നടന്നത് 1/4/94, 97 ശമ്പള പെൻഷൻ പരിഷ്കരണം നടന്നത് 98, 2002 നടപ്പിലാക്കേണ്ടത് 1/4/2005, 1/7/2009 നടത്തിയത് 2011 നടപ്പിലാക്കിയത്. 1/7/2014 നടപ്പിലാക്കിയത് 2014 ജനുവരി 20. 1/7/2019 നടപ്പിലാക്കിയത് 2021 ഏപ്രിൽ 1. അപ്പൊ കൃത്യമായി ഭരിക്കുന്ന ഭരണാധികാരികൾ കൃത്യമായി ശമ്പളമോ പെൻഷൻ പരിഷ്കരണമോ നടത്താറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടേണ്ടതായ ആനുകൂല്യങ്ങൾ ഒരുപാട് നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഏരിയ പ്രസിഡന്റ് CN ഭവദാസനുണ്ണി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. CV മോഹൻദാസ്, VK രാമചന്ദ്രൻ, KO ജോസഫ്, K അശോക് കുമാർ, TK ഭാസ്കരൻ, ES കൃഷ്ണൻ, P ഗംഗാധരൻ, EG പൗലോസ്, M രാജലക്ഷ്മി, K പരമേശ്വരൻ മാസ്റ്റർ, PV സുശീല, P രാജാമണി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് MLA ഫണ്ടിൽ നിന്ന് സ്റ്റാൻഡോട് കൂടിയ ഹൈ ജമ്പ് ലാൻഡിംഗ് മാട്രസ് അനുവദിച്ചു. കെ പ്രേംകുമാർ MLA മാട്രസ് കൈമാറി. മണ്ഡലത്തിലെ സ്കൂളുകളുടെ ഉപയോഗത്തിനായി MLAയുടെ പ്രത്യേക വികസന നിധിയിൽ നിന്നുള്ള തുക വിനിയോഗിച്ചാണ് കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാൻഡോടുകൂടിയ ഹൈജമ്പ് ലാൻഡിംഗ് മാട്രസ് വാങ്ങിയത്. കെ പ്രേംകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വളർച്ചയ്ക്ക് മുന്നേറ്റത്തിന് വേണ്ടി നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിൽ ഒട്ടേറെ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ മാതൃകാപരമായി നടക്കുകയാണ്. കായിക രംഗത്ത് നിക്ഷേപം കൊണ്ടുവരുന്നതിനും അതിലൂടെ നമ്മുടെ നാടിന്റെ കായിക സംസ്കാരത്തെ ഏറ്റവും മികവുറ്റതാക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നമ്മുടെ സംസ്ഥാന കാലം നടക്കുന്നത്. ഇന്റർനാഷണൽ സ്പോർട്സ് സമ്മിറ്റ് കേരള ISSK എന്ന പരിപാടി ഏതാണ്ട് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടിയായിട്ടാണ് തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി ശ്രീ B. അബ്ദുറഹ്മാൻ നേതൃത്വം നൽകിക്കൊണ്ട് നടത്തിയത്. ലോകത്താകെയുള്ള കായിക മേഖലയുടെ വളർച്ചയുടെ മുന്നേറ്റത്തെ നമ്മുടെ നാടുമായി ബന്ധിപ്പിക്കാനും നാടിന്റെ കായിക രംഗത്ത് ഉണർവും ഉത്സാഹവും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം വിജിത, PTA പ്രസിഡന്റ് കെ ബാബുരാജ്, MPTA പ്രസിഡന്റ് കെ ശാലിനി, SMC ചെയർമാൻ KP ഹരികൃഷ്ണൻ, പ്രധാനാധ്യാപകൻ കെ സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. പ്രിൻസിപ്പാൾ P. മനോജ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി KR ധന്യ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ നഗരിപ്പുറം തിരുനാരായണപുരം വിഷ്ണു ക്ഷേത്രത്തിൽ ജനുവരി 26 മുതൽ ഫെബ്രുവരി 2 വരെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. കലിയത്ത് പരമേശ്വരൻ നമ്പൂതിരി, ശ്രീജ ശ്രീഹരി നമ്പൂതിരി, മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരി എന്നിവർ സഹ ആചാര്യന്മാരാണ്. ക്ഷേത്രത്തിൽ 21ാമത്തെ ഭാഗവത സപ്താഹ യജ്ഞമാണ് നടക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് 4:30 കലവറ നിറയ്ക്കൽ ചടങ്ങ് നടക്കും. 5:30 ആചാര്യവരണവും നടക്കും. മണ്ണൂർ രാജകുമാരനുണ്ണി, ഡോക്ടർ സദനം ഹരികുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും. മുൻഗാമികളെ ആദരിക്കൽ ചടങ്ങിന് ശേഷം ദീപാരാധനയും ഭാഗവത പാരായണവും തുടങ്ങും. തിങ്കളാഴ്ച വരാഹാവതാരവും, ചൊവ്വാഴ്ച കൃഷ്ണഭാവതാരവും, ബുധനാഴ്ച നരസിംഹ അവതാരവും, വ്യാഴാഴ്ച ശ്രീകൃഷ്ണ അവതാരവും, വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരവും, ശനിയാഴ്ച കുചേലോപാഖ്യാനവും തുടർന്ന് സ്വാതികം സദനം അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും ഉണ്ടായിരിക്കും. ഫെബ്രുവരി 2 കൽക്കി അവതാരവും അന്നദാനവും ഉണ്ടായിരിക്കും. ക്ഷേത്രത്തിൽ ഭക്തന്മാർ സ്പോൺസർ ചെയ്ത ക്ഷേത്രഗേറ്റ് സമർപ്പണവും ബലിക്കല്ല് സംരക്ഷണ സമർപ്പണവും നടന്നു. ക്ഷേത്രം പ്രസിഡന്റ് NP അഷ്ടമൂർത്തി, സെക്രട്ടറി അരവിന്ദാക്ഷൻ, ഭാരവാഹികളായ ഗിരീഷ് പലാരി, കൃഷ്ണൻകുട്ടി നായർ, ഉണ്ണികൃഷ്ണൻ, രാധാകൃഷ്ണൻ, വാസുദേവൻ, മോഹൻദാസ്, ഉണ്ണികൃഷ്ണ വാര്യർ, ഹരികുമാർ, കൃഷ്ണകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 21ാമത്തെ ഭാഗവത പാരായണ ഭാഗവത സപ്താഹ യജ്ഞമാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം യജ്ഞാചാര്യനായിട്ട് വരുന്നത് പ്രശസ്തനായ മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ്. അദ്ദേഹം 2 തവണ ഗുരുവായൂർ മേൽശാന്തി ആയിട്ടുണ്ട്, 2008-ലും 2015-ലും. പിന്നെ സഹാചാര്യനായിട്ട് വരുന്ന ബ്രഹ്മശ്രീ കല്യത്ത് പരമേശ്വരൻ നമ്പൂതിരിയും 2018-ൽ ഗുരുവായൂർ മേൽശാന്തി ആയിട്ടുണ്ട്. അപ്പോൾ യജ്ഞവേദിയിൽ 2 ഗുരുവായൂർ മേൽശാന്തിമാർ വേദി അലങ്കരിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ സഹാചാര്യരായിട്ട് ശ്രീമതി ശ്രീജ ഹരിയും പിന്നെ മൂർക്കന്നൂർ പ്രസാദ് നമ്പൂതിരിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഞായറാഴ്ച വൈകുന്നേരം 4:30യോടുകൂടിയാണ് പരിപാടികൾ തുടങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം AS കമ്മിറ്റിയുടെയും പട്ടാമ്പി അൽഷഹാമ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 1 വർഷക്കാലം സൗജന്യ നേത്രരോഗ വിമുക്ത പദ്ധതി ആരംഭിക്കുന്നു. ജനുവരി 26 ഔപചാരികമായ ഉദ്ഘാടനം മുഹമ്മദ് മൂസൻ MLA നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ കമ്മിറ്റിയുടെയും പട്ടാമ്പി അൽഷഹാമ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഓട്ടോ ചുമട്ടുതൊഴിലാളികൾക്കും കുടുംബത്തിനും 1 വർഷക്കാലം സൗജന്യ നേത്രരോഗ വിമുക്ത പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ജനുവരി 26 രാവിലെ 10 മണിക്ക് പട്ടാമ്പിയിലെ അൽഷഹാമ കണ്ണാശുപത്രിയിൽ വെച്ച് നടക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം മുഹമ്മദ് മൂസൻ MLA നിർവഹിക്കും. വിവിധ ഓട്ടോ
ചുമട്ടുതൊഴിലാളി സംഘടനാ നേതാക്കൾ പങ്കെടുക്കും. മോഹൻലാലിൻ്റെ പുതിയ സിനിമയായ എമ്പുരാൻ ടീസർ റിലീസിങ്ങിനോടനുബന്ധിച്ചാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ കമ്മിറ്റി ഈ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊപ്പം ഏരിയ കമ്മിറ്റിയുടെ പട്ടാമ്പി അൽഷഹാമ ഐ ഹോസ്പിറ്റലിൽ സംയുക്ത ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായ പ്രോഗ്രാമാണ് ഈ മാസം ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിൽ നടക്കുന്നത്. നമ്മുടെ സമൂഹത്തിൻ്റെ നമ്മൾ മുന്നോട്ട് നയിക്കുന്ന അടിസ്ഥാന മേഖല വർക്ക് ചെയ്യുന്നവരായ ഓട്ടോ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ചുമട്ടു തൊഴിലാളികൾക്കും വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ തുടങ്ങുന്നത്. നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖല ജനങ്ങൾക്കും വേണ്ടി ഈ പ്രോഗ്രാം വിപുലീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരുന്നാലും 1000-ലധികം വരുന്ന നമ്മുടെ ഓട്ടോ തൊഴിലാളികൾക്കും ചുമട്ടു തൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും ഒരു വർഷക്കാലം സൗജന്യമായിട്ടുള്ള ചികിത്സകളാണ് ഈ സൗജന്യ നേത്രരോഗ വിരുദ്ധ പദ്ധതിയുടെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷനും അൽഷഹാമയും സംയുക്തമായി ചേർന്ന് നടപ്പാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫാൻസ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റി കൊപ്പം ഭാരവാഹികളായ ടി ശശി, പി ശിവകുമാർ, കെ മനോജ്, അൽഷഹാമ ഡയറക്ടർ അബ്ദുൽ അസീസ് കോടിയിൽ, മാർക്കറ്റിംഗ് മാനേജർ MR സാന്ദ്ര എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. മനുഷ്യ വന്യജീവി സംഘർഷത്തിന് അയവില്ലാതെ പാലക്കാടിന്റെ കിഴക്കൻ മേഖല അശാന്തം. വാളയാറിൽ കാട്ടാന ആക്രമണത്തിൽ പ്രദേശവാസിക്ക് പരിക്ക്. കർഷകനെ ചവിട്ടേറ്റത് കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ. കൈക്കൂലി വാങ്ങുന്നതിനിടെ ചേലക്കരയിൽ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് ചേലക്കര വെങ്ങാനല്ലൂർ വില്ലേജ് ഓഫീസർ ശശിധരൻ. പോക്സോ കേസിൽ 2 പേർ ചെറുതുരുത്തി പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് പാഞ്ഞാൾ സ്വദേശികൾ. പെൻഷൻ പരിഷ്കരണ നടപടികൾ വേഗത്തിലാക്കണമെന്ന് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. ക്ഷാമാശ്വാസ കുടിശ്ശിക അനുവദിക്കണം. ഷൊർണൂരിലും കേരളശ്ശേരിയിലും യൂണിയൻ പ്രാദേശിക സമ്മേളനം. AI-ക്കെതിരെ ഉയരുന്ന പ്രതിഷേധങ്ങൾ വികസന വിരുദ്ധമെന്ന് AI ക്ലബ് ഓഫ് പാലക്കാട്. ഒരു കാലത്ത് കമ്പ്യൂട്ടർവൽക്കരണം എതിർക്കപ്പെട്ടത് നാടിന് തിരിച്ചടിയായ പോലെ AI-ക്കെതിരായ പ്രചരണവും പുരോഗതിയെ പിറകോട്ടടിക്കുമെന്ന് മുന്നറിയിപ്പ്. AI-യുടെ സാധ്യതകൾ സംബന്ധിച്ച പ്രചരണം ശക്തമാക്കുമെന്നും ക്ലബ്ബ് ഭാരവാഹികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.